മുൻപ് ബി.ജെ.പി പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വിജയിച്ച ഒന്നായിരുന്നു തോറ്റ സ്ഥാനാർത്ഥികൾ അവിടെ തന്നെ തമ്പടിച്ച് പ്രവർത്തിക്കുക, പിന്നീട് വിജയിച്ച് കയറുക. അത്തരത്തിലൊരു നീക്കം തൃശ്ശൂരിൽ അവർ നടത്തിയത് വിജയം കണ്ടിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേരളത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയതും ഒപ്പം തന്നെ മികച്ച വിജയത്തിന് അടുത്തേക്ക് കുതിച്ചവരുമായ സ്ഥാനാർത്ഥികളോട് അവിടെ തന്നെ തുടരാനും വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രവർത്തിക്കുവാനും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുൻപോട്ട് പോകാനും ഒരു നിർദ്ദേശം വന്നതായി അറിയാൻ കഴിയുന്നു. അതുപ്രകാരം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങൽ വി മുരളീധരനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയോടും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനോടും അവിടെ തന്നെ തുടരുകയും പ്രവർത്തന മണ്ഡലം ലോക്സഭാ മണ്ഡലമാക്കി മാറ്റുവാനുമാണ് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ രാജ്യത്തെ രണ്ടാം സ്ഥാനത്തും ഇതുപോലെ തന്നെ വലിയ വോട്ട് പിടിച്ചിട്ടുള്ള ഇടങ്ങളിലുമൊക്കെ അവിടെ തന്നെ ആ സ്ഥാനാർത്ഥികൾ തുടരാൻ ഒരു നിർദ്ദേശവും പോയിട്ടുണ്ട്. ഇത് മധ്യപ്രദേശിലും മറ്റുമൊക്കെ മുമ്പ് നടപ്പാക്കി ഈ നിയമസഭാ കാലത്ത് അവർ നടപ്പാക്കിയ ഒരു രീതിയായിരുന്നു. ഏതായാലും അത്തരത്തിലൊരു രീതി കേരളത്തിലും അനുവർത്തിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. ഏതായാലും ഈ സ്ഥാനാർത്ഥികൾ, അതായത് തിരുവനന്തപുരത്ത് രണ്ടാമതായിരുന്നു, വളരെ കുറച്ച് വോട്ടുകൾക്കാണ് തിരുവനന്തപുരം ബി.ജെ.പിക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ആ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആ സ്ഥാനാർത്ഥികളോട് പ്രവർത്തിക്കാനാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.